തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് ബോധപൂർവം ഉണ്ടാക്കിയ ഒരു തീവെപ്പാണ്. തൃശ്ശൂർ പൂരം കുറച്ചു കാലമായിട്ട് കലങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെടിക്കെട്ട് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വെടിക്കെട്ട് നടത്തണം. അകത്തു നിന്നാണ് വർഗീയത എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കും. ഭ്രാന്തമായ മനസ്സുള്ള മനുഷ്യനെ എങ്ങനെയാണ് ഈ കേരളം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ആരാണ് ഇതിന് ഉത്തരം പറയുന്നത്? നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ ലഭിച്ച് കുറെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്യും? ഒരുത്തൻ സ്വയം നോക്കും, ഞാൻ ഹിന്ദു ആണല്ലോ, മറ്റൊരുത്തൻ നീ മുസ്ലിം ആണല്ലോ. ഈ സ്ഫോടനം ഇത് അങ്ങനെ താനെ പൊട്ടിത്തെറിച്ചതല്ല, മനഃപൂർവ്വം ബോധപൂർവം ക്രിയേറ്റ് ചെയ്തതാണ്. അതിന് പിന്നിൽ ഒരാളുണ്ട്, ഒരു ഉന്നതനുണ്ട്. ആരാണ് ആ ഉന്നതൻ? ഇതിന് പിന്നിലുള്ളത് ആരാണ്? മലയാളി സോഷ്യൽ മീഡിയയിൽ ഈ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കുമോ? നമുക്ക് നമ്മളുടെ ഭാവനയ്ക്കനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ കാണാം. തൃശ്ശൂർ പൂരം കുറച്ചു കാലമായിട്ട് കലങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. പൂരം കലക്കൽ എന്ന് പറയുന്നത് 2-3 കൊല്ലമായിട്ട് നമ്മളുടെ ചർച്ചകളിലുള്ളതാണ്. കാരണം അന്ന് പോലീസ് ഓഫീസർമാരും അതേപോലെ തന്നെ കേരള സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരാണ് പൂരം കലക്കിയത്, അതിന് പോലീസ് ഓഫീസർ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് എന്താണ് രാഷ്ട്രീയമായിട്ട് വലിയ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി, പ്രതാപൻ, അങ്ങനെ എല്ലാ ആളുകളും അതിനകത്ത് മർജിലായിരുന്നു. പ്രത്യേകിച്ച് സുനിൽകുമാർ വളരെ ശക്തമായിട്ട് അതിൻ്റെ അകത്തൊക്കെ ഇടപെട്ടിരുന്നു, ഇന്നത്തെ സ്ഥാനാർത്ഥിയൊക്കെ. അപ്പോൾ തൃശ്ശൂർ പൂരം കലക്കുക എന്ന് പറയുന്നത് മലയാളിയുടെ സംസ്കാരത്തെ കലക്കുക എന്നതിന് തുല്യമാണ് ശരിക്കും. അതിന് കാരണമായിട്ട് 2 സംഭവങ്ങളാണ് നമ്മളുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. ഒന്ന് ആനയായിരുന്നു. ആനയെ എഴുന്നള്ളിക്കുന്നതും അതേപോലെ തന്നെ അതിൻ്റെ നിയന്ത്രണമൊക്കെ ആയിരുന്നു കഴിഞ്ഞ തൃശ്ശൂർ പൂരം കലക്കലിൽ പ്രധാനപ്പെട്ട വിഷയമായിട്ട് നിന്നിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ പൂരം കലങ്ങി. ഇപ്പോഴത്തെ പൂരം കലങ്ങി എന്ന് വെച്ചാൽ വെടിപ്പെട്ട് പുരക്ക് തീ പിടിച്ച് 14 പേര് മരിച്ചു, നിരവധി പേര് മരണത്തോട് മല്ലിട്ടിരിക്കുന്നു. ഈ സാഹചര്യം എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ പൂരത്തെ കലക്കി നിർത്തിയിരിക്കുന്നത്. കലങ്ങി നിൽക്കുകയാണ്. പൂരം നടത്താനായിട്ട് എനിക്ക് തോന്നുന്നു ദേവസ്വം അധികാരികൾ തയ്യാറായിട്ടുണ്ട്, കമ്മിറ്റിയൊക്കെ തയ്യാറായി എന്നാണ് നമ്മൾ അറിയുന്നത്. വെടിക്കെട്ടില്ലാതെ പൂരം നടത്താം. അതുപോലെ തന്നെ കുടമാറ്റം എന്ന് പറയുന്നത് ഒരു റെപ്രസെൻറ്റേറ്റീവ് മോഡലിൽ നടത്താം എന്നൊക്കെ പറഞ്ഞ് അതങ്ങ് നടത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബോധപൂർവം അട്ടിമറിക്കാനായിട്ട് വിധ്വംസക ശക്തികളുടെ പ്രവർത്തനമുണ്ട് എന്ന് പറയുന്നത് ഒരു ഗൂഢാലോചനയാണ് ശരിക്കും. നമ്മുടെ ശബരിമല, അതേപോലെ തന്നെ തൃശ്ശൂർ പൂരം, ഇതൊക്കെ വലിയ ഐക്യത്തിൻ്റെ, ശബരിമലയിൽ മതം പോലും നോക്കാതെ ആളുകൾ ചെല്ലുന്നതാണ്. അത്രയും വലിയൊരു ഐക്യത്തിൻ്റെ ഒരു പ്രതീകമാണ് ശബരിമല എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെയാണ് തൃശ്ശൂർ പൂരം. ഈ ഐക്യത്തെ തകർക്കുക എന്ന് ചില ദുഷ്ടശക്തികൾക്ക് താല്പര്യമുണ്ട്. ഇതിലൂടെ കേരളത്തെ തന്നെ തകർക്കുക. അപ്പം ഈ തൃശ്ശൂർ നഗരത്തിൽ നിന്ന് 16 കിലോമീറ്റർ അകലെ ഒരു പാടത്ത്, ഒരു തുരുത്ത് പോലത്തെ ഒരു സ്ഥലത്ത്, ആൾതാമസമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് അത്രയും സുരക്ഷാ സംവിധാനമൊക്കെ ഏർപ്പാടാക്കി ആണ് ഈ വെടിക്കെട്ട്, ഈ പുര ഉള്ളത്, വെടിക്കെട്ട് പുര. അവിടെ എങ്ങനെയാണ് ഈ വലിയ ദുരന്തം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് വെറുതെ ഒരു ഭാവനയല്ല, ശരിക്കും ഗൂഢാലോചനയ്ക്കും ഭാവനയ്ക്കൊക്കെ ഉള്ള സാധ്യത ഇവിടെ കൃത്യമായിട്ടുണ്ട്. ആരാണ് ഇത് ചെയ്തത്? അല്ല, അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആൾതാമസമില്ലാത്ത ഒരു പ്രദേശത്ത് ചെയ്തതെന്ന് പറയുന്നത് സുരക്ഷിതത്തിൻ്റെ ഒരു ഘട്ടമാണ്. ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഫേസ് ഓഫ് സെക്യൂരിറ്റി, നമുക്കത് പറയാനേ പറ്റുമോ. സെക്കൻഡ് ഫേസ് ഓഫ് സെക്യൂരിറ്റി ഇതിനകത്ത് നിർവഹിച്ചിട്ടില്ല. കാരണം എന്താണ്? ഇതിനകത്ത് നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ഗുണ്ടുകളും അമിട്ടുകളും ഒക്കെ എന്ന് പറഞ്ഞതിനിടയിൽ വേണമെങ്കിൽ നിർമ്മാണം കഴിഞ്ഞ് ഉണക്കി ശരിയാക്കിയതിന് ശേഷം അവർക്ക് എന്ത് ചെയ്യാം? ഭദ്രമായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നിയിരിക്കുന്ന വാർക്ക് ചേമ്പറുകൾക്കകത്ത് വെച്ച് ഇത് അടക്കണം എന്നുള്ളതാണ്. ഇതാരെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് പ്രശ്നമല്ല. കാരണം നിരന്തരമായിട്ട് ഒരുപാട് അത്യാഹിതങ്ങൾ ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. ഏതാണ്ട് 100 കൊല്ലമായി നമുക്ക് ഈ പരിപാടി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ക്ഷേത്രങ്ങളിൽ വെടിക്കെട്ടുണ്ടാകുന്നു, ചില പള്ളികളിലും വെടിക്കെട്ട് അപകടം ഉണ്ടായിട്ട് ആളുകൾ എന്ത് ചെയ്തിട്ട് മരിച്ചിട്ടുണ്ടെങ്കിലും പ്രധാനമായിട്ടും ക്ഷേത്രങ്ങളിലെ അവരുടെ ആഘോഷത്തിൻ്റെ ഒരു ഭാഗമാണ് വെടിക്കെട്ട് എന്ന് പറയുന്നത്. ഈ നമുക്ക് കൊല്ലത്തെ ആ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് അത്, എനിക്കൊന്ന് 100 കൊല്ലങ്ങൾക്ക് മുമ്പ് 1929 ആണ് അവിടെയാണ് ആദ്യം ആരംഭിക്കുന്നത്. ആളുകൾ മരിച്ചു. പിന്നീട് ഏറ്റവും വലിയ അത്യാഹിതം നടക്കുന്നത് 2016 അവിടെ തന്നെയാണ്. 100-ലധികം പേര് മരിച്ചു, 110 പേരെ കണ്ടൊക്കെ മരിച്ചു. അപ്പോൾ ഇങ്ങനെ ഈ അത്യാഹിതങ്ങൾ നടക്കുന്നത്
നിരന്തരമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് സംഭവിക്കാതിരിക്കാനായിട്ടുള്ള ആഘോഷം എന്ന് പറയുന്ന മനുഷ്യൻ നിർത്തുന്നില്ല. അതിനെക്കുറിച്ച് നമുക്ക് ഇത്രയും വീണ്ടും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം? നമുക്ക് ആഘോഷം ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വെടിക്കെട്ട് ഒഴിവാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വെടിക്കെട്ട് നടത്തണം. പക്ഷേ ഒരു മനുഷ്യ ജീവനും പോലും അപകടം പറ്റാത്ത തരത്തിൽ അത്ര കൃത്യമായിട്ടുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങളെല്ലാം പൂർത്തീകരിച്ച് നടത്തേണ്ടത്. അപ്പോൾ ഈ ഗുണ്ടുകളും അതേപോലെ ആവട്ടികളൊക്കെ അവർക്ക് എന്ത് ചെയ്യാം? പണി പൂർത്തീകരിച്ച് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇത് ഞാൻ പറഞ്ഞ പോലെ വാർക്ക് ചേമ്പറുകളിൽ വെച്ച് അടച്ചു കഴിഞ്ഞാൽ പിന്നീട് അവയ്ക്ക് തീ പിടിക്കാനുള്ള സാധ്യതകളില്ല. ശരിക്കും തീപ്പൊരി വീണ് കഴിഞ്ഞിട്ടാണ് ഇതിന് തീ പിടിച്ച് പ്രശ്നങ്ങളുണ്ടാകുന്നത്. തീപ്പൊരി ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് ഇവിടെയും ഒഴിവാക്കപ്പെട്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഈ കെമിക്കൽസിലേക്ക് മുക്കി രൂപപ്പെടുത്തിയെടുക്കുന്നതായിട്ടുള്ള തിരിയുണ്ട്. തിരി എന്ന് പറഞ്ഞാൽ അറിയാലോ, പടക്കത്തിരി എന്നാണല്ലോ സാധാരണ പറയാം. ആ തിരി വളരെ നീളത്തിൽ ഉള്ളത് ഒരുപാട് ആവശ്യമാണ്. കാരണം ഈ ഗുണ്ടുകളുടെ അറ്റത്ത് കെട്ടിയിട്ട് ദൂരെ വെച്ചിട്ട് അതിൽ തീ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഗുണ്ടും അതേപോലെ അമിട്ടും എല്ലാ സാധനങ്ങളും ആകാശത്ത് പോയി ഇങ്ങനെ പൊട്ടുന്നത് അതിനുവേണ്ടിയുള്ള സാധനങ്ങളാണ്. അത് തയ്യാറാക്കി അവർ ഉണക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് മറച്ചിടുമ്പോൾ ഉണ്ടായ ഫ്രിക്ഷൻ, ഒരസലിൻ്റെ ഫലമായിട്ട് അതിൽ നിന്ന് തീ പൊരി വീഴുകയും അത് ആണ് കത്തിപ്പിടിച്ച് പിന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും കത്തിക്കയറുകയും ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതൊരു ആകസ്മികതയാണ്, ആക്സിഡൻറ്റ് മാത്രമാണ്. അതിൽ അട്ടിമറിയില്ല. അട്ടിമറി ഉണ്ട് എന്ന് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരം പ്രശ്നങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഇപ്പോൾ എന്താണ് വിഷുക്കണിയായിട്ട് ബന്ധപ്പെട്ട് അല്ലേ, ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ കുഴിമന്തി കൊണ്ടുവന്ന് വെക്കുക, അതുപോലെ ചെരുപ്പ് വെക്കുക, ഇങ്ങനെയൊക്കെയുള്ളത് ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ സമയം. അതായത് സമൂഹത്തിലെ ചില പുഴുക്കുത്തു വീണ മനുഷ്യരുണ്ട്. ഏത് ജാതി എന്നുള്ള പ്രശ്നമല്ല, ഏത് മതം എന്നുള്ള പ്രശ്നം. അവനെപ്പോഴും സമൂഹത്തെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യും. അത് കണ്ടെത്തി തിരുത്തി അവനെ ശരിപ്പെടുത്തി കളയുക എന്നതിന് പകരമായിട്ട് അതൊരു സാമൂഹ്യ കലാപമായിട്ട് അല്ലെങ്കിൽ മത കലാപമായിട്ട് വർഗീയതയൊക്കെ വളർത്തിയെടുക്കുന്ന ശീലമാണ് മറ്റു കുറേയധികം ആളുകൾക്കുള്ളത്. ഇതിൽ വർഗീയ പ്രചരണം നടത്തുന്നവർ പറയുന്നത് UDF അധികാരത്തിൽ വരുന്നതിന് മുന്നോടിയായുള്ള ആദ്യ വെടിക്കെട്ടാണ് നമ്മൾ കണ്ടത് എന്നാണ്. വർഗീയതയുടെ അല്ല, വർഗീയ പ്രചരണം നടത്തുന്നവര് സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യമാണ്. UDF അധികാരത്തിൽ വരാൻ പോകുന്നതിന് മുന്നോടിയായുള്ള ആദ്യ വെടിക്കെട്ടാണ്. അപ്പൊ ഇത് കഴിഞ്ഞാൽ നിരവധി വെടിക്കെട്ടുകൾ കാണേണ്ടി വരും എന്നർത്ഥം അല്ലേ? അറിയില്ല. അല്ല, ഇത്തരത്തിലുള്ള വർഗീയത ഉദ്യോഗിപ്പിക്കുന്ന ചില പ്രചരണങ്ങളാണ് നടത്തുന്നതെന്നാണ്. അതെ, ഞാൻ പറയുന്നത് അതങ്ങനെ വർഗീയതയുടെ അകത്തു നിന്നാണ് വർഗീയത എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളായിട്ട് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അത് ഒഴിവാക്കിയാൽ മാത്രമാണ് അത് ഇല്ലാതാക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം ഇതൊക്കെ ആക്സിഡൻ്റലായിട്ടാണ് ഞാനതിനെ കണക്കാക്കുന്നത്. അതല്ലെങ്കിൽ വേണമെങ്കിൽ പറയാം, നമ്മളൊക്കെ ഇങ്ങനെ ഈ ലെൻസൊക്കെ വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശമൊക്കെ എന്ത് ചെയ്യും, കോൺസെൻട്രേറ്റ് ചെയ്ത സ്ഥലത്ത് വേണം പേപ്പറിനൊക്കെ തീ പിടിക്കുന്നുണ്ടല്ലോ. പിള്ളേർ കളിക്കുമ്പോൾ ഞങ്ങൾ അത് മരത്ത് പണിയാണ് അകലെ ഇരുന്ന് ചെയ്തതെന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. ശരിക്കും പറഞ്ഞു മാഷേ, നമ്മുടെ കേരളത്തിൽ ഇവിടുന്ന് വന്ദേ ഭാരത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ രാത്രി കാലങ്ങളിൽ അതിൻ്റെ ചില്ല് കല്ലെറിഞ്ഞ് പൊട്ടിക്കാറുണ്ട്. ഇതിനിടയിൽ ഒരു കുട്ടി എനിക്ക് BCom എന്തോ പഠിക്കുന്ന കുട്ടിക്ക് ഈ താടിയല്ല് കല്ലേറ് കൊണ്ടിട്ട് സൈഡിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റ് സൈഡിലിരിക്കുമ്പോൾ ഈ താടിയല്ല് മുറിഞ്ഞു പോയി ഓപ്പറേഷനൊക്കെ ചെയ്യേണ്ട വലിയ വടകരയിലുള്ളതായിരുന്നു, വലിയ വാർത്തയായിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള സാമൂഹിക ദുരന്തങ്ങളായിട്ടുള്ള സാമൂഹിക വിരുദ്ധരായിട്ടുള്ള ജനം കേരളത്തിലുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം. അല്ല, കേരളത്തിൽ മാത്രമല്ല, ഞാനൊരിക്കൽ വാരണാസിയിലേക്ക് യാത്ര ചെയ്യണം. വാരണാസിയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കിയിരിക്കുന്ന സമയത്താണ് കുറെ ചെറുപ്പക്കാർ നിന്ന് എറിയൻ ട്രെയിനിലേക്ക് നമ്മളുടെ മേത്തേക്കാണ് എറിയുന്നത്. മനസ്സിലായി? അതായത് അത്രമാത്രം ഭ്രാന്തമായ ജീവികൾ കേരളത്തിലുണ്ട്, പുറത്തും. ഞാൻ കേരളത്തിൽ മാത്രം അല്ല, പുറത്തുണ്ടെന്ന് പറഞ്ഞാൽ. അപ്പൊ ആ എറിയുന്നവൻ മനസ്സിനകത്ത് എന്താണ് ഒരു വർഗീയത ഉണ്ട് ശരിക്കും. അല്ല, വന്ദേ ഭാരതിന്റെ ചില്ലിന് നേരെ നേരെ കല്ലെറിയുന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ എന്താണ്? അവന്റെ ഉള്ളിൽ ആ ഒരു വർഗീയതയാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. വന്ദേ ഭാരത് എന്ന് പറയുന്ന പേരിന് എല്ലാ ട്രെയിനും നേരെ അവൻ കല്ലെറിയുന്നില്ല. പക്ഷെ ഞാനിവിടെ വാരണാസിയിലേക്ക് പോകുന്ന സമയത്ത് അങ്ങനെയല്ല. ഇത് അവിടെയുള്ള ഈ വികൃതി പിള്ളേര് എല്ലാ ട്രെയിനും ഒക്കെ അങ്ങനെ കല്ലെറിയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ എന്തൊരു അപകടമാണ് അത് വിളിച്ചു വരുത്തണം എന്നുള്ളത് ഇവർക്ക് അറിയില്ല. താടിയല്ലേ, ചിലപ്പോൾ തലക്കണവളെ തല പൊട്ടി അളിയെത്തൂലേ. ഇതൊക്കെ ഇവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത്തരത്തിലുള്ള മോശമായ ഭ്രാന്തമായ മനസ്സുള്ള മനുഷ്യനെ എങ്ങനെയാണ് ഈ കേരളം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ആരാണ് ഇതിന് ഉത്തരം പറയുന്നത്? നമുക്ക് ഉത്തരം പറയാനായിട്ട് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ
ഇവിടെ ഭരിക്കുന്നവരാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ട് അതിനോട് യോജിക്കാനായിട്ട് കഴിയും. ഭരിക്കുന്നവർക്കും ചെറിയ പങ്കുണ്ടാവും. ഇവിടുത്തെ മതങ്ങളാണ്, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ്, ഇതൊക്കെ എല്ലാവർക്കും ഒക്കെ പങ്കുണ്ട്. പക്ഷെ എന്തായാലും പുതിയ മലയാളി ഇങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത്. അവൻ കൂടുതൽ വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്തിരിക്കുന്നവൻ്റെ ജാതി എന്താണ് എന്ന മണത്ത് നോക്കലാണ് അവൻ്റെ പ്രധാനപ്പെട്ട ജോലി. ഒരു കാലത്ത് ശബരിമലയിൽ തീവെപ്പ് ഉണ്ടായിട്ടുണ്ട്. കുറെ, എനിക്ക് ആ വർഷം ഞാൻ മറന്നുപോയി, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് കമ്മീഷൻ റിപ്പോർട്ടിൽ അടക്കം പറഞ്ഞിട്ടുള്ളത് ഈ ശ്രീകോവിലേക്ക് കയറുന്ന ഡോറ്, അതേപോലെ അയ്യപ്പന്റെ വിഗ്രഹം, ഇതടക്കം മഴു ഉപയോഗിച്ചുകൊണ്ട് കൊത്തിയ രീതിയിലുള്ള കലകളടക്കം കിട്ടിയിട്ടുണ്ട്. അല്ല, ഇത് ഇങ്ങനത്തെ അതൊരു ഒരു ഒരു ഭ്രാന്തായിട്ടല്ലേ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. അത്തരം ഭ്രാന്തുകൾ തുടരുകയാണ് എന്നാണ് നമ്മളിപ്പോഴും മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതിനെയൊക്കെ ഒരു സൈദ്ധാന്തികമായിട്ടുള്ള പരിവേഷം കൊടുത്ത് വലിയ ആൾക്കൂട്ടത്തിൻ്റെ ഒരു സംവിധാനമാക്കി മാറ്റിയപ്പോഴാണ് അത് സമൂഹത്തിന് തന്നെ വലിയ ഒരു ദുരന്തമായി മാറിത്തീർന്നു. ഒറ്റപ്പെട്ട സംഭവമാണെന്ന് വെച്ചാൽ അവൻ്റെ ഒരു ഭ്രാന്തനോ ചിത്തഭ്രമം ബാധിച്ചവനോ എന്ന് കരുതി അവനെ പിടിച്ച് ജയിലിൽ മാത്രമാണല്ലോ ചെയ്യാൻ കഴിയും. ഇതിലിപ്പം ഇത് അട്ടിമറിയാണെങ്കിൽ, ഇതിന് പിന്നിൽ ഒരു ഉന്നതനുണ്ടെങ്കിൽ, ഇത് ബോധപൂർവം ഒരാള് ഉണ്ടാക്കിയ ഒരു സ്ഫോടനമാണ് തൃശ്ശൂർ സംഭവിച്ചതെങ്കിൽ, ഇതിന് പിന്നിലുള്ള ആളെ എന്തായാലും പിടിക്കപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു സമീപകാലത്ത് കേരളത്തിലെ പല വാർത്തകളും കാര്യങ്ങളും. ഇത് പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ വിരളമല്ലേ. ശബരിമലയിൽ നിന്ന് സ്വർണം കടത്തിയ ആൾ, ആ സ്വർണം പോലും എവിടെയാണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ അതിനെപ്പറ്റി യാതൊരു ചർച്ചയുമില്ല. അപ്പം വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മറ്റെന്തോ വലിയ കാര്യം മറയ്ക്കാൻ വേണ്ടിയിട്ട് നടത്തുന്നതാണ് എന്നുള്ളൊരു നെറേറ്റീവൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അല്ല, ആ നെറേറ്റീവൊക്കെ വരുമ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ മറക്കാനുള്ളത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോയി. തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ഇത് കൂട്ടിക്കെട്ടുമായിരുന്നു. വർക്കില്ലാത്തൊരു കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ആളുകളുടെ വളരെ വന്യമായ ഭാവനകൾക്കനുസരിച്ച് എന്ത് ചെയ്യും, അത് വളരുകയും വികസിക്കുകയും ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല, ആളുകൾ വിശ്വസിക്കും. ആളുകൾ അറിഞ്ഞോ, തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് ബോധപൂർവം ഉണ്ടാക്കിയ ഒരു തീവെപ്പാണ്, കത്തിച്ചതാണത് എന്ന് പറയുന്ന സമയം ആരാണ് കത്തിച്ചത്? ഇത് ഹിന്ദുവിൻ്റെ ഒരു വലിയ മഹോത്സവമാണ്. അത് പൊളിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാം തീവ്രവാദികൾ കത്തിച്ചാണെന്ന് ഒരുത്തൻ ഒരു അഭിപ്രായ പ്രകടനം കിട്ടാൽ മതി. ഉടനെ അത് പടക്കത്തിന് തീ പിടിക്കുന്ന പോലെ അതങ്ങ് തീ പിടിച്ച് വളരുകയാണ് ചെയ്യുന്നത്. പിന്നെ ആർക്കും തിരുത്താൻ പറ്റും? ആർക്കും തിരുത്താൻ പറ്റില്ല. ഇത് പുതിയ കാലത്തെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു ഫേക്ക് ന്യൂസിൻ്റെ ഒരു കാലമാണ്. ഫേക്ക് ന്യൂസ്, തെറ്റായിട്ടുള്ള വാർത്തകൾ അത് നിങ്ങൾ നിർമ്മിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു, അത് വിൽപ്പന നടത്തുന്നു. വിൽപ്പന നടത്താനായിട്ട് നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ. അവിടെ ഇത് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യും, വിറ്റഴിക്കപ്പെടും. വ്യാജൻ ഇങ്ങനെ വിറ്റഴിക്കാനായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് മാറുന്നു എന്നാണ് നമ്മളതിനെ കണക്കാക്കേണ്ടത്. നമ്മളിതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്തു, വലിയ അപകടം ഉണ്ടായി. തൃശ്ശൂർ പൂരം ഉപേക്ഷിച്ചില്ല. എന്താണ് ഉപേക്ഷിക്കാത്തത് എന്ന് ചോദിക്കാവുന്നതാണ്. കാരണം ഇത്രയധികം ആളുകളുടെ ജീവൻ പൊലിഞ്ഞപ്പോൾ അതിൽ സങ്കടം, ദുഃഖം ആചരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യും, അത് ഉപേക്ഷിക്കാം. പക്ഷെ അവരത് ഉപേക്ഷിക്കാൻ തയ്യാറില്ല. ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. അല്ല, ഇത് മാത്രമല്ല ഞാൻ പറയണത്, ഈ മനുഷ്യന് ഈ ഇത്തരം ഉത്സവങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് പറ്റില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഉത്സവം എന്ന് പറയുന്നത് കാർണിവലുകൾ ഇപ്പോൾ നമുക്ക് ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഉത്സവം എന്നല്ല, അത് നമ്മൾ ഉപയോഗിക്കുന്ന കാർണിവൽ എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കൊച്ചിയിലെ കാർണിവൽ എന്നൊക്കെ പറഞ്ഞാൽ ലോക പ്രശസ്തമായിട്ടുള്ള സംഭവം. കാർണിവൽ എന്ന് പറയുന്നതിന് മലയാളം ഉത്സവം എന്ന് തന്നെയാണ്, മഹോത്സവം. ഈ ഉത്സവം എന്ന് പറയുന്നത് ആളുകൾക്ക് ആഹ്ലാദിക്കാനുള്ള ഒരു വേദി ഒരുക്കുക എന്ന് പറയുന്നത്. ആഹ്ലാദം എങ്ങനെയാണ്? എല്ലാ മനുഷ്യരും ദുഃഖത്തിലും അതുപോലെ സങ്കടങ്ങളിലും കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലും ഒക്കെ പലതരത്തിൽ ആമഗ്നരായവരാണ്. ആ ദുരിതങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ മനുഷ്യൻ്റെ ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു സാംസ്കാരിക രൂപമാണ് ശരിക്കും ഈ കാർണിവൽ എന്ന് പറയുന്നത്. മിഖായിൽ ഭക്തിൻ എന്ന് പറയുന്ന ലോകപ്രശസ്തനായിട്ടുള്ള ഒരു തത്വജ്ഞാനി, റഷ്യൻ ഫിലോസഫറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു കാർണിവൽ കൺസെപ്റ്റ് ഉണ്ട്. പല കാര്യങ്ങളും അത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഈ കാർണിവൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെ മനുഷ്യന് വേണ്ടി രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നതായിട്ടുള്ള സംവിധാനം. അതുകൊണ്ടാണ് ഉത്സവങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും ആളുകൾ വളരെയധികം ആഹ്ലാദത്തോടെയാണ് ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുവിന്, മുസ്ലിമിന്, ക്രിസ്ത്യാനിക്കൊക്കെ ഉത്സവങ്ങളുണ്ട്.
ആ ഉത്സവങ്ങളിൽ അവർ മുഴുവനായിട്ട് ആമഗ്നരാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ദുഃഖങ്ങൾ സമ്പൂർണ്ണമായിട്ട് മറന്നുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലുള്ള നാടൻ ഭഗവതി ക്ഷേത്രങ്ങളിലേക്ക് ഉത്സവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് കണ്ടല്ലേ, തെരുവ് മുഴുവനും ഭയങ്കരമായിട്ട് തുള്ളലും ബഹളവും ഒക്കെ ആയിരിക്കാം. പലരും കള്ളടിച്ച് പോലും എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അകത്ത് തുള്ളി ആഹ്ലാദ പ്രകടനം നടത്തുന്നുണ്ട്. അതൊരു ആഹ്ലാദമാണ്, ആവേശകരമായിട്ടുള്ളൊരു ആഹ്ലാദ പ്രകടനമാണ്. അതിൻ്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രൂപമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. വളരെ വലുതും ലോകത്തുള്ള എല്ലാ മനുഷ്യരിലേക്കും കടന്നു ചെല്ലുന്ന വലിയ വിപുലമായ വ്യാപനമുള്ള ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്ന സാധനം എല്ലാ മനുഷ്യരും ഉണ്ടായിരുന്നു. ടൂറിസ്റ്റുകളടക്കം അന്യരാജ്യങ്ങളിൽ നിന്ന് വരാറുണ്ട്. വിവിധ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ, രാഷ്ട്രീയക്കാർ, എല്ലാവരും കൂടെ അവിടെ കൂടി കഴിയുമ്പോൾ അവരുടെ പേര് പൂരക്കാർ എന്നാണ്. ജനസാഗരം ഒഴുകിയെത്തുന്നതാണ് അവിടെ. എന്താണ് അവന്റെ ആവേശം പൂരാവേശം തന്നെയാണ്. ശരി, അതെ. ആ പൂരാവേശം എന്ന് പറയുന്നത് ഐക്യത്തിൻ്റെയാണ്. കേരളത്തിൻ്റെ ഒരു വലിയ ആഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മളെല്ലാം കേരളീയരാവുകയാണ്. പൂരം എന്ന് പറഞ്ഞ തൃശ്ശൂർ പൂരത്തിൽ നമ്മളിങ്ങനെ മുങ്ങി അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഓരോ ആചാര പരിപാടികൾ. ഇപ്പം ശബരിമല പോലും നമ്മളെ ഐക്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ്. അവിടെ വാവര് സ്വാമിയുണ്ട്, മുസ്ലിമായിട്ടുള്ള വാവര വരുന്നു. യേശുദാസാണ് അയ്യപ്പന് എന്താണ് ഹരിവരാസനം പാടുന്നത് അവസാനം നടയടക്കുമ്പോൾ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വൈവിധ്യത്തെ, നാനാത്വത്തെ ഇല്ലാതാക്കാൻ ആരാണ് ശ്രമിക്കുന്നത്? ഇല്ലാതാക്കാൻ എപ്പോഴും ഈ വർഗീയ ശക്തികൾ എന്ന് പറയുന്ന സെപ്പറേറ്റ് ഫോഴ്സസ് അവരെപ്പോഴും അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അവരിപ്പോൾ പുതിയ കാലത്ത് മാത്രം ഉണ്ടായാണെന്ന് വെച്ചാൽ അല്ല, പണ്ടുവരുണ്ട്. പക്ഷേ പണ്ട് അവരുടെ ശബ്ദം വളരെ കുറവായിരുന്നു, അവരുടെ എണ്ണം കുറവായിരുന്നു. അതുകൊണ്ട് അവയ്ക്ക് പ്രാമുഖ്യം ഉണ്ടായിരുന്നില്ല, പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് പക്ഷേ അവരുടെ എണ്ണം വളരെ കൂടുതലാണ്. നോക്കി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഉള്ള ഒരു കാലം നിങ്ങൾ പരിശോധിക്കും. അന്ന് ഇന്ത്യക്കാരൊറ്റക്കെട്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാൻ പോരടിക്കുകയാണ് ചെയ്യുന്നത്. നാം ഇന്ത്യക്കാർ എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. അവിടെ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഹിന്ദു ഒന്നുമില്ല. ഇന്ത്യ എന്ന് പറയുന്ന ഒറ്റ വികാരം, ഒറ്റ വികാരം ഇന്ത്യ എന്ന് പറയും. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള. നാം ഇന്ത്യ, ഒരേ ഒരു ഇന്ത്യ അല്ലേ, നാം സഹോദരി സഹോദരന്മാർ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു പ്രത്യേക വികാരത്തിൻ്റെ പുറത്താണ്. അത് ഐക്യത്തിൻ്റെതാണ്. പിന്നീടാണ് നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ ലഭിച്ച് കുറേ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്യും, ഒരുത്തൻ സ്വയം നോക്കും, ഞാൻ ഹിന്ദു ആണല്ലോ, മറ്റൊരുത്തൻ നീ മുസ്ലിം ആണല്ലോ, മറ്റൊരുത്തൻ ക്രിസ്ത്യാനിയാണല്ലോ, പാഴ്സിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെന്ത് ചെയ്യണം, നമ്മളുടെ മാളങ്ങളിലേക്ക് ഒതുങ്ങുകയും അങ്ങനെ നമ്മളുടെ മതത്തെയും നമ്മളുടെ ജാതിയെയും ഒക്കെ പ്രജ്വലിപ്പിക്കാനായിട്ടുള്ള പ്രക്രിയകളിൽ നമ്മൾ ഏർപ്പെടുകയും അങ്ങനെ നമ്മൾ മതവാദികളായി മാറുകയും നമ്മളുടെ മതം അല്ലെങ്കിൽ നമ്മളുടെ ജാതി എന്ന് പറയുന്നത് നമ്മളുടെ അഭിമാനമായി തീരുകയും ചെയ്യും. അങ്ങനെ ജാത്യാഭിമാനം ഇങ്ങനെ നുരഞ്ഞു വരുമ്പോഴാണ് അത് വർഗീയവാദികളുടെ കൈകളിലെ എത്തിച്ചേരുന്നത്. അങ്ങനെ വർഗീയവാദം ഉണ്ടാകുകയും വർഗീയവാദികൾ നാട് ഭരിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് സാർവത്രികമായിട്ടുള്ള കലാപങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ആ കലാപങ്ങൾ ഇല്ലാതാക്കാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താണ്, അതിനെയൊക്കെ അമർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഐക്യബോധം നമ്മളിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ചില നിരീശ്വരവാദികൾ ഇതിനിടയിൽ രംഗത്ത് വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ അവർ നടത്തുന്ന കമന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈരേ ഉലകവും കയ്യിലെടുത്ത് അമ്മാനമാടുന്ന ആളുള്ള സ്ഥലമാണല്ലോ തൃശ്ശൂർ, വടക്കുന്നാഥ്. ഈ തീപ്പൊരിയെ ഇല്ലാതാക്കാനായിട്ട് വടക്കുന്നാഥിന് പറ്റിയില്ലേ തുടങ്ങിയ രീതിയിലുള്ള പ്രചരണമാണ് നടത്തുന്നത്. അല്ലേ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബാലിശമായ വാദങ്ങളായിട്ടല്ലേ നമുക്ക് കണക്കാക്കേണ്ടതുള്ളൂ. കാരണം അതിപ്പോൾ അങ്ങനെ ദൈവത്തിന് എന്തിനും പാറാവും എന്ന് ചോദിച്ചത്. തൃശ്ശൂർ പൂരം ആർക്കൊക്കെയാണ് ഇല്ലാതാക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ അത് പറയാൻ കാരണം. അല്ല, തൃശ്ശൂർ പൂരം ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള തീവ്രവാദ ശക്തികൾ, അവർക്ക് വേണമെങ്കിൽ അത് ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. ശബരിമല ഇല്ലാതാക്കേണ്ടത് അവർക്കാണ്. എല്ലാ വർഗീയവാദികൾക്കും ഇതൊക്കെ ആവശ്യമാണ്. കാരണം അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കുൽസിതമായ പ്രവർത്തികളിൽ രമിച്ചാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കാർണിവൽ കൺസെപ്റ്റ് ഉണ്ട്. കാർണിവൽ കൺസെപ്റ്റ് എല്ലാ മനുഷ്യരും ഒരുമിച്ച് കയറുകയാണ് ചെയ്യുന്നത്. മിഖായേൽ ഭക്തിൻ എന്ന് പറയുന്ന ആ തത്വജ്ഞാനി മുന്നോട്ട് വെച്ച ആ കൺസെപ്റ്റുകളൊക്കെ എന്ന് പറയുന്നതിനിടയിൽ വളരെ രസകരമായിട്ട് നമുക്ക് ഓരോരോ സാധനങ്ങളിൽ വായിച്ചെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ പൂരം എന്ന് പറഞ്ഞാൽ കാർണിവലൈസേഷൻ്റെ ഏറ്റവും മഹത്തായിട്ടുള്ള രൂപങ്ങളിൽ ഒന്നാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത്, നടത്തുകയും ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ അതിലുള്ള എല്ലാ അപകടങ്ങളെയും നമ്മൾ സാധ്യതകളെയും നേരത്തെ തന്നെ നമ്മൾ അത് തിരിച്ചറിഞ്ഞ് അത് സംഭവിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രിക്കോഷൻസ് വേണം. എന്താണ് ഈ പ്രിക്കോഷൻസ് എടുക്കുന്നതിൽ തയ്യാറാണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ടെലിവിഷൻകാർ വന്ന് ക്യാമറ ഒക്കെ ആയിട്ട് ഈ സാധനമൊക്കെ പാർത്തിക്കൊണ്ടുപോയി. അപ്പോൾ ഇത് പാർത്താൻ വരുന്നൊരു ടെലിവിഷൻ
എന്താണ് ഉം. പ്രവർത്തകന് ഇതിന്റെ സുരക്ഷിതത്വമില്ലായ്മയെ കുറിച്ച് ചിന്തിച്ചൂടെ? ഉം. അവന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഉം. പറയാലോ. ഉം. ഈ ടെലിവിഷനിലൊക്കെ അവന് പറയാം. അതെ. അതൊക്കെ അവൻ പറഞ്ഞു ഇല്ല. അതവൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം രണ്ടുപേരും കൂടി ഒരുത്തന്നെ തല്ലിക്കൊല്ലുന്നത് കണ്ടിട്ട് അതിന്റെ പടം എടുത്തിട്ട് ഇതിൽ കൊടുക്കുക വിഷ്വലൈസ് ചെയ്തില്ല ആൾക്ക്. മാഷ ഇവിടെ സർക്കാർ ഭരണം മാറാൻ വേണ്ടി പോവുകയാണ്. ഇനി ഏതാനും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആ ഭരണം മാറാൻ പോകുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്രയും വലിയൊരു അപകടം കേരളത്തിൽ ഉണ്ടാകുന്നത്. കേരളത്തിൽ പ്രളയം ഉണ്ടായി, ഓഖി ഉണ്ടായി, നിപ്പ ഉണ്ടായി, ഇതൊക്കെ ഉണ്ടായി. ഈ പ്രളയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2018 എന്താണ് ചർച്ച? അത് സർക്കാരും കൂടി ചേർന്ന് നിർമ്മിച്ചതാണ് എന്നുള്ളതാണല്ലോ. അപ്പൊ ഇവിടെ സർക്കാരിനൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഈ അപകടം പറ്റിയതിൽ അവരുടെ ഒരു വലിയ വീഴ്ച തന്നെയാണല്ലോ. സുരക്ഷാ സംവിധാനം ഏർപ്പാടാക്കാൻ പറ്റിയില്ല. തീർച്ചയായിട്ടും അങ്ങനെ അത് വ്യാഖ്യാനിക്കപ്പെടും. അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ അവർക്ക് കൈയൊഴിയാം. അവർ വെറുതെ കാവൽ മന്ത്രിസഭ മാത്രമാണല്ലോ എന്നും പറഞ്ഞു അല്ലേ? ശരിക്കും ഇതിപ്പോൾ എന്താണ് നമ്മുടെ കുഴൽനാടൻ ചിലപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിന് ഇത് അവതരിപ്പിക്കുകയായിരിക്കും. അതായത് എന്തായാലും അല്ല പറയട്ടെ, ഈ മറ്റേതങ്ങനെയാണല്ലോ, മനുഷ്യ നിർമ്മിത പ്രളയമായിരുന്നു പറഞ്ഞവരെ ഇതിലൊരു വെടിക്കെട്ട് പുരക്ക് തീ വെച്ചത് മറ്റൊരു ആവശ്യത്തിന് കോർപ്പറേറ്റിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാലോ. ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ എന്തും വിളിച്ചു പറയുന്ന കുറെ ആളുകളും നമ്മുടെ ഈ നാട്ടിലുണ്ട്. അതൊക്കെ നമ്മുടെ നാടിന്റെ ഭാഗമാണ് ശരിക്കും പറഞ്ഞു. എന്തായാലും ദുരന്തങ്ങളൊന്നും ഇല്ലാത്തൊരു കേരളത്തിലാണ് എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. അല്ല, ദുരന്തങ്ങളെ വെടിക്കെട്ട് ആയി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ദുരന്തങ്ങൾ വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് മുൻകൂട്ടി നമ്മൾ അറിയണം. വിഷുവിന് നമ്മൾ പടക്കം പൊട്ടിക്കും. ഞാനൊക്കെ ഈ ഓലപ്പടക്കം ഇങ്ങനെ കയ്യിൽ വെച്ച് കത്തിച്ച് വലിച്ചെറിയും. നമ്മളുടെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ആ തിരി കത്തി ഇതിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് അവൻ മുകളിലെത്തിയിരിക്കണം. ചിലപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോവും. കത്ത് പിടിച്ച് പെട്ടെന്ന് അകത്തേക്ക് കയറും, കയ്യിലിരുന്ന് പൊട്ടും, കൈവിരൽ പൊട്ടിത്തെറിച്ചു പോകും. അത് അത്യാവശ്യം അപകടമാണ്. അമ്മമാർ കണ്ടാൽ നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുക. നമ്മുടെ ഇപ്പം വിഷു കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പൊ റീൽസിന്റെ ഒക്കെ കാലഘട്ടമാണ്. ഇതൊക്കെ ചെറുതാണ്. ഇപ്പം വലിയ മാലപ്പടക്കം പിള്ളേര് കയ്യിലിട്ടിട്ട് പൊട്ടിക്കുന്ന കാലമാണ്. അതുപോലെ തന്നെ ഈ എന്താണ് ഈ ആകാശത്ത് വിട്ടുന്ന ഗുണ്ടുകളാണ് അവിടെ. അതിന് പകരമാണ് നമ്മൾ ബാണം എന്ന് പറയുന്ന സാധനം. അതിന് തീ വെച്ചിട്ട് കയ്യിൽ വെച്ച് അവൻ്റെ ഈ ഫോഴ്സ് അങ്ങ് ആരംഭിക്കുമ്പോഴാണ് കയ്യിൽ നിന്ന് വിടേണ്ടത്. അതിക്ക് വിട്ടാൽ അവിടെ വലിയ താഴെ നിന്ന് വിടും. കത്ത് പിടിച്ചിട്ടേ ഇങ്ങനെ ഇന്ന് അതിൻ്റെ ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് ആവുന്ന സമയത്ത് നമ്മളിത് മുകളിലേക്ക് വിടാൻ പാടുള്ളൂ. അപ്പോൾ അവനങ്ങ് ആകാശത്തേക്ക് പോകാൻ ഭയങ്കര സന്തോഷം. പക്ഷേ നമ്മളവനെ ആ ഫോഴ്സ് ആകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ നിർമ്മാണത്തിലുള്ള വൈകല്യം കൊണ്ട് കയ്യിലിരുന്ന് പൊട്ടും. അതൊക്കെ സുരക്ഷിതത്വത്തിൽ വരുന്ന വലിയ പാകപ്പിഴകളാണ്. ശരി, അതിൻ്റെ വലിയ മടങ്ങ് സാധനമാണ് എന്ത് ചെയ്യുന്നത് ഈ പൂരപ്പറമ്പിൽ സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ പാലിച്ച് ഒക്കെ നടത്തിയാൽ നല്ലതായിരിക്കും. പിന്നിൽ ഇത് ഉപേക്ഷിക്കാൻ പറ്റില്ല, മനുഷ്യർക്ക് ഇത് ഉപേക്ഷിക്കാൻ പറ്റുന്ന ഇരിക്കാനുള്ള. എന്തായാലും പിന്നിൽ ഏതെങ്കിലും അജ്ഞാതൻ ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ അല്ലേ? അന്വേഷണം നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ പക്ഷെ നമ്മുടെ ഇവിടുത്തെ അന്വേഷണങ്ങളുടെ സ്ഥിതി എന്താണ്? ഒന്നും സംഭവിക്കില്ല. അങ്ങനെയല്ല, കൃത്യമായിട്ട് അന്വേഷിച്ച് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢപ്രവർത്തനത്തിന് ശ്രമിച്ചവരുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും.